ഹായ് നമസ്കാരം, ഞാൻ സുഹൈൽ മുഹമ്മദ്. എറണാകുളം വെണ്ണലയിൽ മകൻ മാതാവിൻ്റെ മൃതദേഹം പുലർച്ചയോടുകൂടി അതിവേഗത്തിൽ ആരോടും പറയാതെ കുഴിച്ചിട്ടു. സംഭവത്തിൽ അസ്വാഭാവികതകൾ ഏറെയുണ്ട്. മദ്യപിച്ച് ബഹളമുണ്ടാക്കി നിരന്തരം മാതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന മകൻ പ്രദീപ് കസ്റ്റഡിയിലാണ്. ഇനി നമ്മൾ അല്പം പിറകോട്ടേക്കാണ് പോകുന്നത്. 2022 മാർച്ച് മാസത്തിലേക്കാണ്. അന്ന് കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ സ്വന്തം സഹോദരനെയും അമ്മാവനെയും അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി നാളെ ശിക്ഷ വിധിക്കും. ഇനി ചോദ്യപേപ്പർ ചോർച്ചയുടെ വാർത്തയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്രൈം വാർത്ത തന്നെയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ എവിടെ നിന്ന് ചോർന്നെന്ന് വേര് തേടിപ്പോയി അത് അധ്യാപകരിലേക്ക് അടക്കം എത്തിയിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ പട്ടിക തയ്യാറാക്കി അവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം. അതായത് ചോദ്യപേപ്പർ ചോർച്ചയിൽ അങ്ങനെ ട്യൂഷൻ സെൻ്ററുകൾ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നിൽക്കില്ല, അതിൻ്റെ അങ്ങോട്ട് ആഴത്തിലേക്ക് പോയി അധ്യാപകരിലേക്കും കാര്യങ്ങൾ എത്തുമെന്ന അതിനിർണായക വാർത്ത വന്ന ദിനം കൂടിയാണ്. അതുപോലെ ഡിജിറ്റൽ അറസ്റ്റിൻ്റെയും വെർച്വൽ അറസ്റ്റിൻ്റെയും ഒക്കെ പേരുള്ള തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പ് ഏറ്റവും സീരിയസ് ആയി പറയാനുള്ളത് ഇങ്ങനെ തട്ടിപ്പിലൂടെ നേടുന്ന പണം അത് വെളുപ്പിക്കാൻ പാവപ്പെട്ട സാധാരണക്കാരനെ സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുവെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ കൂടി വന്ന ദിനമാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും അക്കൗണ്ടുകൾ ഉപയോഗിച്ച് അവർക്ക് നിശ്ചിത തുക കമ്മീഷനായി നൽകിക്കൊണ്ടാണ് ഹവാല പണം വെളുപ്പിക്കുന്നത്. പക്ഷേ സംഭവം ചെറിയ കാര്യമല്ല. ഇത്തരത്തിൽ ഹവാല പണം ഡിജിറ്റലിലൂടെ വെളുപ്പിക്കുന്ന കാര്യത്തിൽ എന്നെ അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ വാർത്തകളും അതിലേറെ വാർത്തകളുമുണ്ട് ഇന്ന് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത്. അങ്ങനെ എല്ലാ വാർത്തകളും സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി പോലീസ് ഇന്ന് രാത്രി 10 കാണാം. സ്റ്റേ ട്യൂൺ.